ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ഗോകുലിനുള്ള ചായയുമായി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയും നേരം അവന്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിമിഷം ഒന്നുകൂടി ഓർക്കുകയായിരുന്നു ശിശിര. പുറത്തേക്ക് ഇറങ്ങിയ അർച്ചന ചായയുമായി നേരെ ആ ഹാളില് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോകുലിന്റെ അരികിലേക്ക് എത്തി. ടേബിളിലേക്ക് ചായ വെച്ചിട്ട് അർച്ചന പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗോകുലിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തന്റെ നഷ്ടബോധങ്ങളെ കുറിച്ചായിരുന്നു. തനിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്ന ഇപ്പോൾ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സമൃദ്ധ എന്ന ഈ പെൺകുട്ടി, അവൾ സത്യത്തിൽ സ്വബോധം വീണ്ടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തനിക്കും തന്റെ മോൾക്കും എന്നേക്കുമായി സമൃദ്ധിയെ നഷ്ടമാകുമായിരുന്നു. എന്നാൽ എന്റെ മോൾക്ക് അവളുടെ അമ്മയെ വീണ്ടും തിരിച്ചു കിട്ടി. എന്റെ മോൾക്ക് അവളുടെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈശ്വരനോട് ഒരായിരം നന്ദി എന്നൊക്കെ മനസ്സിൽ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗോകുൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അർച്ചന ചായ അവിടെ വെച്ചിട്ട് ഗോകുൽ എന്നൊന്ന് വിളിച്ചു. ഗോകുൽ അപ്പോഴേക്കും പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അർച്ചനെ നോക്കിയിട്ട് ചോദിച്ചു, താനിപ്പോ ഓക്കെ ആയല്ലോ അല്ലേ, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും മറുപടി പറയാതെ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ ഗോകുൽ അർച്ചനയുടെ കയ്യിൽ കയറി പിടിച്ചു. പിന്തിരിഞ്ഞു നോക്കിയ അർച്ചന ഗോകുൽ അർച്ചനയെ നോക്കിയിട്ട് ചോദിച്ചു, നമുക്ക് ഇനിയെങ്കിലും നമ്മുടേതായ ഒരു ലൈഫ് തുടങ്ങിക്കൂടെ എന്ന ഗോകുലിന്റെ ചോദ്യം കേട്ടപ്പോ അർച്ചന പതിയെ തന്റെ കൈ വിടുവിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്കും ഗോകുലിന് മനസ്സിലായി അർച്ചനയ്ക്ക് അത് ഇഷ്ടമായില്ല എന്നുള്ളത്. ഉടനെ ഗോകുൽ സോറി എന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് വാതുക്കൽ ഗേറ്റിനടുത്ത് വന്ന് ഗേറ്റ് വലിച്ചിളക്കിക്കൊണ്ട് സച്ചി ബഹളം വയ്ക്കുന്നത്. അർച്ചന, അർച്ചന ഇറങ്ങി വാ, ഞാനാ നിന്റെ സച്ചേട്ടനെ വന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വാതുക്കൽ ഗേറ്റിങ്ങിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന സച്ചിയുടെ ശബ്ദം അർച്ചന കേൾക്കാനിടയായി. ഉടനെ ഗോകുൽ വേഗം തന്നെ അർച്ചനോട് പറഞ്ഞു, എടോ താൻ പേടിക്കൊന്നും വേണ്ട, അത് സച്ചിയായിരിക്കും, ഞാൻ അയാളെ പറഞ്ഞയച്ചോളാം, താൻ ടെൻഷൻ ആവണ്ട, അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ഗോകുൽ വേഗം പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും ഗേറ്റിനടുത്തേക്ക് ചെന്ന ഗോകുലിനോട് സച്ചി പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ ഭാര്യ അർച്ചനയാണ്, എനിക്ക് അർച്ചനയെ കാണണം, എനിക്ക് അർച്ചനയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ ഗോകുൽ പറഞ്ഞു, സച്ചി ഞാൻ മര്യാദയ്ക്ക് തന്നോട് പറയുന്നത്, എന്റെ കുടുംബത്തിൽ കയറി താൻ പ്രശ്നം ഉണ്ടാക്കരുത്, തന്നോട് പോകാനല്ലേ ഞാൻ പറഞ്ഞത്, വെറുതെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഗോകുലിനോട് സച്ചി പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞ സത്യ, അതെന്റെ അർച്ചനയാണ്, ഇത്രയും വർഷമായി ഞാൻ കാത്തിരുന്ന എന്റെ അർച്ചനയാണ് അത്. സാറേ ശരിക്കും അർച്ചനയ്ക്ക് എന്താ പറ്റിയത്, അവളെ എന്താ താൻ ചെയ്തത്, അവൾക്ക് എങ്ങനെയാ ഓർമ്മ നഷ്ടപ്പെട്ടത്, അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് ആ നിമിഷം തന്നെ, എന്നെ കാണുന്ന നിമിഷം തന്നെ അവൾ ഓടിയെത്തുമായിരുന്നു എന്ന് സച്ചി അറിയിച്ചു. അർച്ചന എന്ന് വിളിച്ച് വീണ്ടും അകത്തേക്ക് കയറാനായി സച്ചി ശ്രമിക്കുമ്പോഴേക്കും ഗോകുൽ സച്ചിയെ പിടിച്ചു നിർത്തുകയാണ്. എടോ തന്നോട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും സച്ചിയോട് ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് പോകാനായി ഗൂഗിൾ അറിയിച്ചു. അർച്ചന ഈ സമയം അവിടെ ജനലിനടുത്തെത്തി സച്ചിയെ അവിടെ നിന്ന് നോക്കുകയായിരുന്നു. സച്ചി അർച്ചനയെ വിളിച്ചുകൊണ്ട്, അർച്ചന ഇറങ്ങി വാ, ഞാനാ നിന്റെ സച്ചേട്ടനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ ഇതെല്ലാം കേട്ട് തനിക്ക് സച്ചേട്ടനുമായ ഒരു ബന്ധവും ഇല്ല എന്ന് മറ്റുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം തന്റെ സച്ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് മറ്റെന്തിനേക്കാളും പ്രധാനം എന്നുള്ളത് കൊണ്ട് അർച്ചന ആ സച്ചിയെ കണ്ടില്ല എന്നും താൻ സച്ചിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ അർച്ചന മാറി നിൽക്കുന്നു. എന്നാൽ മനസ്സ് തകർന്ന് വേദനയോടെ കണ്ണീരൊഴുക്കിയായിരുന്നു അർച്ചന നിൽക്കുന്നത്. ആ നിമിഷം ഗോകുല് സച്ചി അവിടുന്ന് പറഞ്ഞയക്കാനായി ശ്രമിക്കുമ്പോഴും സച്ചി പോകാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ സച്ചിയെ പിടിച്ച് ഗേറ്റിനടുത്തേക്ക് തള്ളിവിട്ടു. ഗേറ്റ് ചെന്ന് തലയിടിച്ചതും ഗോകുല സച്ചിയെ പിടിച്ചു വലിച്ച് ഗേറ്റിന് പുറത്തേക്ക് ഇറക്കി വഴിയിലേക്ക് തള്ളിക്കൊണ്ടു പോകുമ്പോഴാണ് ശിശിരയും ശോഭയും ബഹളം കേട്ട് വാതിക്കലേക്ക് എത്തിയത്. ഓ, ഈ നശിച്ച ചേർക്കൻ വീണ്ടും ബഹളം ഉണ്ടായിക്കൊണ്ട് വന്നല്ലോ, നമ്മളെ നാണം കെടുത്തുവല്ലോ എന്നല്ല ശോഭ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാം കേട്ട് അപ്പുറത്ത് മാറി നിന്ന അർച്ചന കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ബഹളം കേട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാനായി വാതിക്കലേക്ക് വന്ന് നോക്കിയെന്ന രാജീവ്. അവിടുന്ന് ഗോകുൽ സച്ചിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ പിന്തിരിഞ്ഞു നോക്കുന്ന സച്ചി വാതിക്ക് നിൽക്കുന്ന രാജീവിനെ കാണാനിടയായി. ഗോകുലിനെ തള്ളി മാറ്റിക്കൊണ്ട് സച്ചി വേഗം അകത്തേക്ക് ഓടിക്കയറി വന്നു. രാജീവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, സാറേ സാറെങ്കിലും പറ, അത് എന്റെ അർച്ചനയാണെന്ന്, സാറിന് അറിയാമല്ലോ സത്യങ്ങളൊക്കെ, സാർ ഒന്ന് പറ സാറേ എന്ന് പറഞ്ഞ് സച്ചി ഗോകുലിനെ തട്ടി മാറ്റിയതിനു ശേഷം ഓടിയെത്തിയിട്ട് രാജീവിനോട് അങ്ങനെ ഒരു ആവശ്യം അറിയിച്ചു. രാജീവ് തൽക്കാലം തനിക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ പിന്നാലെ ഓടി വന്ന ഗോകുൽ സച്ചിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗോകുലിനോട് സച്ചി പറഞ്ഞു, സാറേ ഞാൻ പറയുന്ന സത്യ, അത് എന്റെ ഭാര്യ അർച്ചനയാണ്, അതിന് തെളിവ് ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞു തന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ എടുത്ത് സച്ചി ഗോകുലിനെ കാണിക്കാനായിട്ട് ശ്രമിച്ചു. പെട്ടെന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തതും അപ്പോഴാണ് താൻ കാണാനായിട്ട് കൊണ്ടുവരാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി പോകുന്ന സമയത്ത് തന്റെ ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കിയത്. എന്റെ ഫോൺ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ഗോകുൽ സച്ചിയെ വീണ്ടും വലിച്ചിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് വാതിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകാനായി സച്ചിയോട് അറിയിക്കുമ്പോൾ സച്ചി ഗോകുലിന് നേരെ തട്ടിക്കയറി.
സർ, ഞാൻ സാറിനോട് പറഞ്ഞത് സത്യം തന്നെയാ. അത് എന്റെ ഭാര്യ അർച്ചനയാണ്. നിങ്ങൾ ഇനി എത്ര പിടിച്ചു നിർത്തിയാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ കഴുത്തിൽ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നത്. അവളുടെ മനസ്സിലും അവളുടെ ജീവിതത്തിലും ഈ സച്ചിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി ഗോകുലിനോട് വെല്ലുവിളിക്കുമ്പോൾ ഒടുവിൽ സഹിയിട്ട് ഗോകുൽ സച്ചിയുടെ കർണത്തടിക്കുന്നു. ആ കാഴ്ച കണ്ട് വേദനയോടെ വാ പൊത്തിപ്പിടിച്ച് സച്ചിയേട്ട എന്നുള്ള ആ വിളി പുറത്തേക്ക് വരാതെ വാ പൊത്തിപ്പിടിച്ച് ടെൻഷനോടെ അർച്ചന ആ കാഴ്ച കണ്ട് വേദനയോടെ വേഗം മുറിയിലേക്ക് തിരിച്ചു കയറിപ്പോയി. മുറിയിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന അങ്ങ് നിൽക്കുമ്പോൾ ഗോകുൽ സച്ചിയെ പിടിച്ചടിച്ച് ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് ലോക്ക് ചെയ്ത് അകത്തേക്ക് കയറി പോകുമ്പോൾ സച്ചിയോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ തിരിച്ചു വരും സാർ. എന്റെ അർച്ചനയും കൊണ്ട് ഞാൻ പോവൂ. അവളെ അങ്ങനെ നിങ്ങൾ എത്ര നാൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന ഗോകുൽ രാജീവിനോട് സച്ചിയെ കുറിച്ച് എന്തെങ്കിലും സച്ചി പറഞ്ഞാൽ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അരികിലേക്ക് വന്ന ശിശിരയും ശോഭയും അതേ ചോദ്യം ഞാൻ തന്നെ രാജീവിനോട് ചോദിച്ചു. മോനെ, നിനക്കറിയാവല്ലോ സത്യങ്ങളൊക്കെ, അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന്. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗോകുലും ഞാനും അതിനെ എതിർത്തത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് ഞങ്ങൾ എതിർത്തുവെങ്കിലും ഇന്ന് നീ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇനിയോട് ഒരു സത്യം പറയണം. അമ്മയോട് നീ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു, എനിക്ക് ഒന്നും അറിയത്തില്ല. അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നല്ലാതെ എനിക്കിതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ അളിയനും കുടുംബത്തിനും ദോഷമായിട്ടുള്ള ഒന്നും ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞ് രാജു വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അർച്ചന സങ്കടത്തോടെ മുറിയിലേക്ക് കയറി വന്നത് അവിടെ നിന്ന് അർച്ചന പൊട്ടിക്കരയുന്നതിനിടയിൽ അർച്ചനക്കരികിലേക്ക് ഗൗരിമോൾ ഓടിയെത്തുകയാണ്. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത്? അച്ഛൻ വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ മകളെ ചേർത്ത് പിടിച്ച് അർച്ചന വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടതോടെ ഗൗരി പറഞ്ഞു, മോൾ അമ്മ വിഷമിക്കണ്ട, ഞാൻ അച്ഛനോട് പറയാട്ടോ. അമ്മ ഇനി വഴക്ക് പറയരുതെന്ന്. അങ്ങനെയുള്ള നിഷ്കളങ്കമായ ആ കുഞ്ഞിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അർച്ചനയ്ക്ക് കൂടുതൽ സങ്കടമാവുന്നു. അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോളെ നെഞ്ചോട് ചേർത്ത് സങ്കടപ്പെട്ട് അർച്ചന നിൽക്കുമ്പോൾ ഗോകുലിന്റെയും ശശിയുടെയും ഇടയിൽ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഓർത്ത് അർച്ചന വേദനിക്കുമ്പോൾ അവന്തിക ശശിയെ എന്നേക്കുമായി അർച്ചനയിൽ നിന്ന് അകറ്റി മാറ്റി നിർത്താൻ ശശിയുടെ ജീവൻ എടുക്കുക എന്ന ദുരുദ്ദേശത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. മൂർത്തി അരികിലേക്ക് എത്തിയതും അവന്തിക അക്കാര്യം മൂർത്തിയോട് പങ്കുവച്ചു. ഇനിയും അങ്ങനെ ശശിയെ വെറുതെ വിട്ടുകൂടാ. അവൻ ഒരു കാരണവശാലും അർച്ചനയ്ക്ക് അരികിലേക്ക് എത്താൻ പാടില്ല. ശിശിരയെ വിളിച്ച് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശശി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല എന്നതിനേക്കാൾ ഉപരി ശശിക്ക് സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ശശി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ശശി ഇനി അവിടെ എത്താൻ പാടില്ല. ശശിയെ ബ്ലോക്ക് ചെയ്യണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മൂർത്തി പറഞ്ഞു, മേഡം, അങ്ങനെയാണെങ്കിൽ അവനെ ഇല്ലാതാക്കണം. ശരി, ഇനി അവൻ ഈ ലോകത്ത് വേണ്ട എന്ന് പറഞ്ഞതും മൂർത്തി പറഞ്ഞു. മൂർത്തി അങ്ങനെ പറഞ്ഞത് കേട്ട് അവന്തിക പറഞ്ഞു, ഇതിനു മുൻപും അങ്ങനെ ഒരു നീക്കം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. പക്ഷെ അന്നും പരാജയമാണ് നമുക്ക് നേരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിലൊരു പരാജയം ഉണ്ടാകാൻ പാടില്ല. അതിനു മുൻപേ എല്ലാ രീതിയിലും തകർത്തെറിഞ്ഞേ തീരൂ. അവനെ ഇല്ലാതാക്കണം. ഇത്തവണ നമ്മുടെ പ്ലാനും പദ്ധതിയൊന്നും പാളിപ്പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് അവന്തികയും മൂർത്തിയും പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും കാറിൽ വന്ന് ഇറങ്ങിയത് സന്ദീപ് ആയതുകൊണ്ട് സന്ദീപിനോട് എന്ത് പറയണമെന്നതിനെ കുറിച്ച് അപ്പോഴേക്കും അവന്തിക ആലോചിച്ചു കഴിഞ്ഞിരുന്നു. അരികിലേക്ക് എത്തിയ സന്ദീപ് ചോദിച്ചു, എന്താ എടുത്തി എന്നിങ്ങനെ ആലോചിക്കുന്നത്? കുറച്ചു ദിവസമായാലോ എടുത്തി ഓഫീസിലേക്ക് വന്നിട്ട്, എന്തു പറ്റി എന്ന് അന്വേഷിച്ചപ്പോഴേക്കും അവന്തിക തനിക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു എന്നറിയിച്ചു. പിന്നെ ഇപ്പോ നിന്റെ ഏട്ടനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗോകുൽ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയുടെ പിന്നാലെ ഇപ്പോ സച്ച് നടക്കുന്നത്. അവര് എന്തോ വഴിപാട് മറ്റും നടത്താനായി ഏതോ ക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ ചെന്ന് അവൻ പൂജകളൊക്കെ അലങ്കോലമാക്കി. കാണുന്ന പെണ്ണുങ്ങളെല്ലാം കയറി പിടിക്കുകയല്ലേ ഇപ്പൊ അവന്റെ സ്വഭാവം. ആ ഗോകുൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെയും ഭാര്യയെ കയറി പിടിച്ചു. അതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നങ്ങളാ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോ സന്ദീപ് ശശിയുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായി മാറിയതിനെ കുറിച്ച് ആലോചിച്ച്, എന്തായാലും അയാളെ പോലെ ഒരാളുടെ ജീവിക്കുന്ന വീട്ടിൽ ഞാനിനി എന്റെ ഭാര്യയും കുഞ്ഞിനെയും നിർത്തുകയില്ല എന്ന തീരുമാനത്തിൽ സന്ദീപ് അങ്ങ് നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യമായിട്ടുള്ള ഡിവോഴ്സിന് താൻ പേപ്പേഴ്സ് നൽകുമെന്നും ഇനി ആ കുടുംബവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സന്ദീപ് ഉറപ്പിച്ചു പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അവന്തിക സന്തോഷത്തോടെ സച്ചിയെ തകർക്കാൻ ഇവൻ തന്നെയാണ് നല്ല ആയുധമെന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു. അതിനുശേഷം സച്ചിയെ ഇല്ലാതാക്കാനുള്ള പദ്ധതി എങ്ങനെയാണ് എന്ന് നമുക്ക് ഉടനെ തന്നെ ആവിഷ്കരിക്കണമെന്ന് അവന്തിക മൂർത്തിയെ അറിയിക്കണം. അപ്പോഴും അർച്ചന വേദനയോടെ സച്ചിയെ കണ്ട സങ്കടത്തിൽ
സച്ചിക്ക് എതിരെ ഗോകുൽ അപ്പോൾ അന്ന് നടത്തിയ തിരിച്ചടി അതെല്ലാം നേരിൽ കണ്ടുകൊണ്ട് നിന്ന് മനസ്സ് തകർന്നു പോയ അർച്ചന സച്ചിയെ കുറിച്ച് ഓർത്ത് വേദനയുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ഗൂഗിൾ അർച്ചനയോട് ചോദിച്ചു, അല്ല, സമൃദ്ധയ്ക്ക് സച്ചിയെ മുൻപ് കണ്ട പരിചയം എന്തെങ്കിലും ഉണ്ടോ? സച്ചിക്ക് അർച്ചനയെ നേരിട്ട് അറിയാവുന്നത് പോലെയാണല്ലോ സച്ചിയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. അർച്ചനയ്ക്ക് സച്ചി സമൃദ്ധിക്ക് നേരത്തെ സച്ചിയെ അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറയാതെ വേദനയോടെ നോക്കി നിൽക്കുകയാണ് അർച്ചന. സങ്കടത്തോടെ തന്റെ മനസ്സിലെ വേദനയെല്ലാം പുറത്ത് കാട്ടാതെ വിഷമത്തോടെ സച്ചിയെ തന്നെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി ഗോകുൽ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് സത്യം പറയുമോ എന്ന് അന്വേഷിച്ചപ്പോഴേക്കും എന്താ എന്നുള്ള രീതിയിൽ അർച്ചന സംശയത്തോടെ നോക്കുമ്പോൾ ഗോകുൽ ചോദിച്ചു, അല്ല, അയാൾ വന്ന് പറഞ്ഞു സമൃദ്ധയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രാജീവിനും അറിയാമെന്ന്. നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കിടയിൽ അങ്ങനെ മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഇതിനിടയിൽ സച്ചി കാണിച്ചു കൂട്ടിയതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് സച്ചി കരികിലേക്ക് എത്തിയ ആരതി വർമ്മയോട് സച്ചി പറഞ്ഞു, വക്കീൽ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അപ്പോഴേക്കും ആരതി പറഞ്ഞു, മോശമായി പോയി സച്ചി. എന്തായാലും ഗോകുൽ സാറിന്റെ വൈഫിന്റെ പിന്നാലെ സച്ചി അങ്ങനെ പോകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതെ, ഞാൻ ഇനിയും എന്ത് പറഞ്ഞാൽ തന്നെ വിശ്വസിപ്പിക്കാം. അന്ന് ഗോകുൽ സാറിന്റെ അടുത്ത് പോയപ്പോ എന്റെ പക്കൽ ഫോണില്ലാതെ പോയി. എന്നാൽ ഇപ്പോ ഞാൻ അതിനുള്ള തെളിവ് വക്കീലിന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സച്ചിയും ആസിനെയും കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ കുടുംബചിത്രം ആരതിയെ കാണിക്കുന്നതോടെ സച്ചിയുടെ പെരുമാറ്റത്തിൽ സത്യമുണ്ടെന്ന് ആരതി തിരിച്ചറിയുന്നു.